വിശ്വസിക്കുക ദൈവമക്കളെ, വിശ്വസിക്കുക. 38 വർഷം കുളക്കരയിൽ കിടന്ന ആ രോഗിയോട് യേശു കർത്താവ് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാം. അവൻ യേശുവിനോട് പറയുന്നു, യജമാനനെ, എന്നെ സുഖപ്പെടുത്തുവാൻ, എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തനിയെ ഇറങ്ങുവാൻ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു. എന്നാൽ യേശു അവനെ കൈവിടുന്നില്ല. നിങ്ങൾക്കൊരു പക്ഷേ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും കണ്ടെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കാതെ ഇരിക്കരുത്. ഇവിടെ നിൽക്കുന്ന എന്നെ കാണുന്ന പലരുടെയും ജീവിതത്തിൽ വിവിധ പ്രതിസന്ധികളിലൂടെ പോകുന്നവരാണ്. യേശുവേ, അവരെ തൊടണമേ. ഒന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച്, യേശുവേ അവരെ തൊടണമേ, യേശുവേ അവരെ തൊടണമേ, അവരെ തൊടണമേ, യേശുവേ അവരെ തൊടണമേ. ഈ ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ, ഈ ലൈവ് സർവീസിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവർ, യേശുവേ അവരെ തൊടണമേ, അവരെ തൊടണമേ. അത്ഭുത സൗഖ്യങ്ങൾ അവരുടെ ശരീരത്തിന്റെ മേലുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് അത് ചെയ്ത് കഴിഞ്ഞതിന് 2 കൈകളൊന്ന് അടിച്ച് നന്ദി പറഞ്ഞേ. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്ത് കഴിഞ്ഞതിന്. 107 സങ്കീർത്തനം 20 വചനം പറയുന്നു, അവൻ തന്റെ വചനത്തെ അയച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ഇന്നിവിടെ പ്രസ്താവിക്കപ്പെട്ട പുറപ്പെട്ട വചനം എന്നെ സൗഖ്യമാക്കി എന്ന് ഉറപ്പുള്ളവർ, ഇവിടെ ആരാധനയിലായിരിക്കുന്നവർ കൈകളെ തട്ടിയേ. ഓൺലൈനിൽ കാണുന്നവർ ആ ലൈവ് ചാറ്റിനകത്ത് ഒരു ആമീൻ എന്ന് ടൈപ്പ് ചെയ്തേ. I am healed, I am delivered in the name of Jesus Christ. ഈ വർഷം പറയാൻ നിങ്ങൾക്ക് ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യം കർത്താവ് തരും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കിരിക്കാം. എല്ലാവർക്കും, എല്ലാ സഹോദരി സഹോദരന്മാർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിൻ്റെ മേശ നമ്മുടെ നടുവിൽ ഇന്നുണ്ട്. തിരുമേശയുടെ ശുശ്രൂഷ നമ്മുടെ മധ്യയിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിയോഗത്താൽ സാധ്യമാകട്ടെ. ഇന്നാദ്യമായി വന്ന പ്രിയപ്പെട്ടവർ, ചർച്ചിൻ്റെ ലീഡേഴ്സ്, എൽഡേഴ്സ്, വർഷിപ്പ് ടീം, ദൈവദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഓൺലൈനിൽ ഞങ്ങളെ കാണുന്ന ഞങ്ങളുടെ വാത്സല്യ സഹോദരി സഹോദരന്മാർ, എല്ലാവരോടുമുള്ള ബഹുമാനത്തെയും സ്നേഹത്തെയും വ്യക്തിപരമായ ആദരവുകളെയും അനുഗ്രഹങ്ങളെയും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാനിടയായി. ഈ വർഷം കർത്താവ് നമുക്ക് വാഗ്ദത്ത വചനമായി നൽകിയത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 33-ാമത്തെ വാക്യമാണ്. ആ ഗ്രേറ്റ് പവർ, ആ ഗ്രേറ്റ് ഗ്രേസ് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുവാനിടയാകട്ടെ. പ്രത്യേകിച്ച് ന്യൂ ഇയർ സർവീസിനോടുള്ള ബന്ധത്തിൽ ഈ ചർച്ചിൽ വന്നവർക്കറിയാം, ഓൺലൈനിൽ നടന്ന ശുശ്രൂഷയെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഫിസിക്കലായി അന്ന് വൈകുന്നേരം ആരാധനയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർക്കറിയാം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അറിയിച്ചതായ ദൈവികമായ ചില ആലോചനകൾ. അത് ലീഡർഷിപ്പ് മീറ്റിങ്ങിൽ ഞാൻ നിൽക്കുമ്പോഴും 2 ദിവസം മുമ്പും ഞാൻ വീണ്ടും അത് ആവർത്തിച്ചിരുന്നു. എന്നാൽ അതിന് 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ ചിലതൊക്കെ ദേശത്തിൽ തുടങ്ങുന്നത് നിങ്ങൾ കണ്ടു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരിക്കലും മാറ്റപ്പെടുകയില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനം മാറുകയില്ല. മനുഷ്യർ മാറും, സാഹചര്യങ്ങൾ മാറും, അനുഭവങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും, വ്യക്തികളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ ദൈവവചനം ഒരിക്കലും മാറത്തില്ല. മനുഷ്യനെപ്പോഴും സാഹചര്യങ്ങൾക്കൊത്തവണ്ണം ചലിക്കുന്നവരാണ്. അത് ഈ ദിവസങ്ങളിൽ പല കാര്യങ്ങളിലും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നു. പക്ഷേ ദൈവം ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ്. അത് അനുഭവിച്ചവർ അത് അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ദൈവദാസന്മാർ പാടാറുണ്ട്, സുഖമുള്ള കാലത്തും
കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എൻ്റെ സുഖമുള്ള കാലങ്ങളിലും എൻ്റെ കണ്ണുനീരിന്റെ നേരങ്ങളിലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടെന്നുള്ളവർ നന്നായിട്ട് കൈകളെ അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് അടിച്ചു. ആമോസിന്റെ പ്രവചന പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇന്ന് പകലത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ബൈബിൾ എടുത്തവർ ദൈവമക്കൾ ജിജി മോഹൻ പാസ്റ്ററിന്റെ കൂടെ എല്ലാവർക്കും കൂടെ ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. Prepare to meet your God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അതിപ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തമാണ് the most important promise. അത് യേശു കർത്താവിൻ്റെ മടങ്ങി വരവും മഹത്വ പ്രത്യക്ഷതയും മേഘപ്രത്യക്ഷതയുമാണ്. എന്നാൽ ഇതെല്ലാം ഈ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ മുഴുവൻ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത്, ശ്രദ്ധിക്കേണ്ടത് ഇസ്രായേൽ എന്ന രാജ്യത്തോടുള്ള ബന്ധത്തിലാണ്. യേശു കർത്താവ് ആ രാജ്യത്തെ അത്തി എന്ന് ഉപമിച്ചിട്ടുണ്ട്. അത്തി തളിർക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ച മുഴുവൻ പ്രവചനങ്ങളും നിവർത്തീകരിക്കപ്പെട്ടു. മീഖ പ്രവചിച്ചിരുന്നു യേശു ബെത്ലഹേമിൽ ജനിക്കുമെന്ന്. നീയോ ബെത്ലഹേം എഫ്രാത്തെ എന്ന് തുടങ്ങുന്ന ആ വചനം, പ്രവചന ഭാഗം യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിലുള്ള പ്രവചന ഭാഗമാണ്. യേശു ആരായിരിക്കുമെന്ന് പ്രവാചകനായ യെശയ്യാവ് തൻ്റെ ജനനത്തിന് ആയിരക്കണക്കിന് വർഷം മുൻപേ പ്രവചിച്ചു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു. അങ്ങനെ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങളുടെ നിവർത്തീകരണമായി അത് ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയ പ്രൊഫസിയാണ്. ആദ്യത്തെ പ്രവചനം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ആ പ്രവചനം ഡിക്ലെയർ ചെയ്തത്, ആ പ്രൊഫറ്റിക് വേർഡ് ഡിക്ലെയർ ചെയ്തത് യഹോവയായ ദൈവമാണ്. ആ ശബ്ദം യഹോവയായ ദൈവം പറഞ്ഞത് സാത്താനോടാണ്, ലൂസിഫറിനോടാണ്, ആ പാമ്പിനോടാണ്. നീ മാനവകുലത്തെ വഞ്ചിച്ചെങ്കിൽ, നീ സ്ത്രീയെ ചതിച്ചുവെങ്കിൽ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, അവളുടെ ഉദരത്തിൽ ജനിക്കുന്നവൻ തന്നെ നിന്റെ തലയെ തകർക്കുവാനിടയായി. ആ കാലഘട്ടം മുതൽ യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിൽ സകല കാര്യങ്ങളും സജീവമാകുകയാണ്. കാരണം മാനവകുലത്തെ രക്ഷിക്കുക എന്നുള്ളത്, ഞാനിപ്പോൾ വായിച്ച വാക്യം ഉൽപ്പത്തി 3:15 വാക്യമാണ്. മാനവകുലത്തെ രക്ഷിക്കുക എന്നുള്ളത്, വിടുവിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ട് സകല പ്രവാചകന്മാർക്കും യേശു ക്രിസ്തുവിന്റെ മശീഹായെ കുറിച്ചുള്ള, അവന്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ദൈവത്തിൽ നിന്നും ലഭിച്ചിരുന്നു. അവർ അത് പ്രവചിച്ചിരുന്നു. ദാവീദും വിളിച്ചു പറഞ്ഞു, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരും. അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. അതിലേക്ക് പോകുന്നില്ല. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചു. ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് തന്റെ ജനനത്തിനു മുൻപേ അവൻ ആരാകുമെന്ന് വ്യക്തമാക്കി. ആ നിലകളിൽ യേശുവിന്റെ ജീവിതം ഈ ഭൂമിയിൽ ഉണ്ടായി. യേശുവിന്റെ മരണം, യേശുവിന്റെ അടക്കം, ഇതെല്ലാം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. ഒരിക്കൽ ഞാൻ വാക്യസഹിതം, ഒത്തുവാക്യങ്ങൾ സഹിതം, റഫറൻസുകൾ സഹിതം ഇതിവിടെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. യേശുവിനെ
അടക്കം ചെയ്തത് മണ്ണിലല്ല, കല്ലിൽ വെട്ടിയ കല്ലറയിലാണ്. എൻ്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്ന പ്രവചനം അവിടെ നിറവേറുകയാണ്. അവന്റെ അസ്ഥികളിൽ ഒന്നും തന്നെ ഒടിഞ്ഞുപോയില്ല എന്ന പ്രവചനം നിക്കോദിമോസും അരിമത്തേയിലെ മന്ത്രിയായ ജോസഫും അവർ നടത്തിയ ഇടപെടലുകളാൽ സന്ധിയായപ്പോൾ കുരിശിച്ചവനെ, ക്രൂശിക്കപ്പെട്ടവനെ കൈകാലുകൾ തല്ലി ഒടിച്ച് അസ്ഥികൾ ഒടിച്ചു കളഞ്ഞ് താഴ്വരയിലേക്ക് തള്ളേണ്ട സാഹചര്യത്തിൽ യേശു കർത്താവിനെ ക്രൂശിൽ നിന്നും ഇറക്കി ശീലകൾ കൊണ്ട് പൊതിഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠകരമേറിയ ഒരു അടക്കം യേശു കർത്താവിന് അന്ന് ലഭിക്കുവാനിടയായി. അതൊന്നും സംഭവിച്ചത് സ്വാഭാവികമായി സാധാരണമായി ഉണ്ടായ ഒരു അവസ്ഥയിലല്ല. അതെല്ലാം നടന്നത് പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. വാഗ്ദത്തം ചെയ്തതുപോലെ യേശു പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരത്തെ പൊളിക്കുവീൻ, ഞാൻ 3 നാൾ കൊണ്ട് ഈ മന്ദിരം പണിയും, 3-ാം നാൾ ഞാൻ ഉയർക്കും. ആ കർത്താവിന്റെ വാഗ്ദത്തത്തെ തടയാൻ അന്നത്തെ ഗവൺമെന്റും റോമൻ പട്ടാളക്കാരും മനുഷ്യരും അവരുടെ മുഴുവൻ സന്നാഹങ്ങളും ഒത്തൊരുമിച്ച് ഒരു മനസ്സോടെ ശ്രമിച്ചിട്ടും ആ വാഗ്ദത്തത്തെ തടയുവാനോ ആ ഞായറാഴ്ച പകൽ ഇറങ്ങി വന്ന പുനരുത്ഥാന ശക്തിയുടെ മുമ്പിൽ നിൽക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല. ഇന്ന് പകൽ ഇതിലകത്തിരിക്കുന്ന വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളോടോ നിങ്ങളുടെ കുടുംബത്തോടോ ദൈവസഭയോടോ കർത്താവ് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ഒരു സാഹചര്യങ്ങൾക്കും ഒരു വ്യക്തികൾക്കും അതിനെ നിഷ്ഫലമാക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. 2024-ലും 22-ലും 23-ലും ഒക്കെ നിന്റെ കാതിൽ കേട്ട വാഗ്ദത്തങ്ങളെ നിനക്ക് ഈ വർഷത്തിൽ സ്വീകരിക്കുവാൻ ദൈവ അവസരങ്ങൾ തരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ അടിച്ച ദൈവത്തിന് നന്ദി പറയാം. ഞാൻ പ്രസംഗിക്കുന്ന ഈ ബൈബിൾ ഒരു കെട്ടുകഥയല്ല. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനം ആരുടെയെങ്കിലും ഉള്ളത്തിൽ ഉൾത്തിരിഞ്ഞ ഒരു ആശയമോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ അങ്ങ് തോന്നി ചുമ്മാതെ എഴുതി വെച്ച ഒരു പുസ്തകവുമല്ല. ഇന്ന് ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്ന പുസ്തകം കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ചരിത്ര ശബ്ദമായി നിലകൊള്ളുന്നതെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോകുകയാണ്. ഈ വർഷം മുതൽ ഇനി അങ്ങോട്ട് ബൈബിൾ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിന് ഏറ്റവും പ്രാധാന്യത ഉണ്ടാകാൻ പോകുന്ന അത് ഞാൻ പാർക്കുന്ന എന്റെ സംസ്ഥാനത്തും എന്റെ രാജ്യത്തും ലോകത്തിലുടനീളം ഏറ്റവും പ്രാധാന്യത ഉണ്ടാകാൻ പോകുന്ന ഒരു കാലഘട്ടം തുറക്കപ്പെടാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. തീരുന്നില്ല. വാഗ്ദത്തങ്ങൾ ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടെയും ജീവിതത്തോടുകൂടെയും മരണ പുനരുത്ഥാനത്തോടുകൂടെയും സ്വർഗാരോഹണത്തോടുകൂടെയും അവസാനിക്കുന്നില്ല. അതെല്ലാം ആ വാഗ്ദത്തങ്ങളെല്ലാം അവിടെ നിറവേറി കഴിയുമ്പോൾ യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു ഗലീലായിൽ ആ ഒലിവ് മലയിൽ യേശു കർത്താവ് നിന്നുകൊണ്ട് ജെറുസലേമിൽ ആ ഒലിവ് മലയിൽ നിന്നുകൊണ്ട് അവൻ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാർ ആ കാഴ്ച ഒരു മേഘം വന്നവനെ മൂടി. ആ മേഘത്തിൽ കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായത്തിൽ ദൂതന്മാർ ശിഷ്യഗണങ്ങളോട് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ. അപ്പോസ്തല പ്രവൃത്തി 1:11 എഴുതിയിരിക്കുന്നു, ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഓ, വിശ്വസിക്കുന്നവർ ഒന്ന് കാര്യങ്ങൾ അടിച്ച് ആ പ്രത്യാശയുള്ള ദൈവമക്കൾ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്മാരുടെ ശുശ്രൂഷ എനിക്ക് ഇന്ന് വർഷിപ്പ് ടീം എല്ലാവരും വേണമെന്നില്ല. കീബോർഡ് വായിക്കുന്ന ആളും പാടുന്ന ആളുടെ പേരും ഇവിടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ വാക്യം എല്ലാവരും ഒന്ന് വായിച്ചേ. TV കാണാൻ പറ്റുന്നുണ്ടോ? വായിച്ചോ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഈ മെസ്സേജ് പാസ് ചെയ്തത് മനുഷ്യനല്ല. ഈ മെസ്സേജ് പാസ് ചെയ്തത് സ്വർഗത്തിലെ ദൂതന്മാരാണ്. ഞാൻ ചോദിക്കട്ടെ,
അസാധ്യത നിലകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ മറിയം തന്നെ ചോദിച്ചു. ദൂതൻ വന്ന് മറിയത്തോട് പറയുകയാണ്, അവിവാഹിതയായ ആ സ്ത്രീയോട് പറയുകയാണ്, നിന്റെ ഉദരത്തിനകത്ത് ഒരു പൈതൽ ഉരുവാകും, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പിതാവാകുന്ന ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് നൽകും. ഈ വാഗ്ദത്തം മറിയത്തോട് പറയുമ്പോൾ മറിയം ദൂതനോട് തിരിച്ചു ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ ലൂക്കോസ് വിശേഷം 1:37 വാക്യത്തിൽ മറിയത്തോട് പറയുന്നുണ്ട്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ. ഇവിടെ ഇരിക്കുന്നവർക്ക് ആ വിശ്വാസമുണ്ടോ? അതേത് കാര്യമാകാം, അത് നിങ്ങൾക്കറിയാം. ഇമ്പോസിബിളായ ഒരു സിറ്റുവേഷനിൽ ബുദ്ധിക്കും ചിന്തയ്ക്കും യുക്തിവാദികളുണ്ടല്ലോ, യുക്തിക്കും ബുദ്ധിക്കും ചിന്തയ്ക്കും ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത ഒരാലോചന ദൈവത്തിന്റെ ദൂതൻ അറിയിക്കുമ്പോൾ ദൂതൻ പറയുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ പ്രജ ഉളവാകും. ഹല്ലേലൂയ. അവർ മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കുന്ന വ്യക്തിത്വമായതിനാൽ അവൻ യേശു എന്ന പേർ വിളിക്കണം. അത് സംഭവിച്ചോ? അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ആരാധന ഉണ്ടോ? അല്ല, നിങ്ങൾ അത് സംഭവിച്ചില്ലെന്ന് ഇനി ചുമ്മാ പറഞ്ഞാലും ഇനി അങ്ങനെ ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം വീട്ടിൽ കിടക്കുന്ന കലണ്ടറില്ലേ, അത് കലണ്ടർ നോക്കുന്നതിൽ ജാതിയോ മതം ഉണ്ടോ? വീട്ടിൽ കിടക്കുന്ന കലണ്ടറില്ലേ, ആ കലണ്ടർ വരെ പറയുന്നത് ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും. ഒന്ന് കരമടിച്ച് ആ കലണ്ടർ വരെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അന്ന് മറിയത്തോട് ആ ദൂത് പറഞ്ഞത് ദൂതനായിരുന്നു. ആ ദൂത് അതുപോലെ സംഭവിച്ചെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ അപ്പോസ്തല പ്രവൃത്തി 1:11 വാക്യത്തിൽ വീണ്ടും ശബ്ദമുയർത്തുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അന്ന് ദൂത് പറഞ്ഞത് മറിയം കണ്ടെങ്കിൽ ഈ പറഞ്ഞ ദൂത് ഞാനും നിങ്ങൾ കാണാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ശബ്ദമുയർത്തി ഈ ദൈവത്തിന്റെ ആലോചന ഇത് സംഭവിച്ചിരിക്കും, ഇത് യാഥാർത്ഥ്യമായിരിക്കും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൽ താമസം ഏറെയില്ല. ഇത് മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനൊരു പ്രത്യാശ വേറെ ആർക്കുണ്ട്? അടുത്തിരിക്കുന്ന ആളെ ഒന്ന് മുട്ടിയേച്ച് ചോദിച്ചേ, ഇങ്ങനൊരു പ്രത്യാശ മറ്റാർക്കുണ്ട്? ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും മനുഷ്യരോ ഏതെങ്കിലും വ്യക്തിത്വങ്ങളോ ഈ ലോകത്തിലെ ആർക്കെങ്കിലും ഇങ്ങനൊരു ഉറപ്പ് അവരുടെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉയർത്തെഴുന്നേറ്റവൻ, ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയുന്നു, ദൈവമക്കളോട്, യേശു ജനിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല. കാരണം രാജാതി രാജാവായവൻ, ദൂതന്മാരുടെ ആരാധനയിൽ ഇരുന്നവൻ, സർവശക്തനായവൻ ഇങ്ങ് താണിറങ്ങി കാലിത്തൊഴുത്തിൽ ജനിക്കുവാനിടയായി. യേശു ജീവിച്ചതുപോലൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ ആർക്കും സാധ്യമായിട്ടില്ല. യേശു മരിച്ചതുപോലൊരു ദാരുണ മരണം ഈ ഭൂമിയിൽ ആരും കൈവരിച്ചിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ ഉലകത്തിൽ ആരും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഇനി അതിലെല്ലാം അപ്പുറമായി തന്നിൽ വിശ്വസിക്കുന്ന, തന്നിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന, തന്നെ കാത്തിരിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ ഞാൻ മടങ്ങി വരും, വീണ്ടും വരും എന്ന ഉറപ്പ് തന്ന ഒരുവൻ ഉലകത്തിലില്ല. ഈ നല്ല കർത്താവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ച, അവനെ വിശ്വസിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നിങ്ങൾ അനുഗ്രഹീതരാണ്.
അതുകൊണ്ടാണ് ആമോസിന്റെ പ്രവചന പുസ്തകത്തിനകത്ത് 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു വാക്ക് ഉപയോഗിക്കാം. പ്രിപ്പയർ ടു മീറ്റ് യുവർ ഗോഡ്. ആ പ്രിപ്പയർ എന്നൊരു വേർഡ് കണ്ടോ? അങ്ങനെ ചുമ്മാതൊന്നും കാണാൻ പറ്റത്തില്ല, അതിനൊരു ഒരുക്കം വേണം. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരാളിനെ കാണാൻ പോവുകയാണ്. ആ വളരെ പ്രധാനപ്പെട്ട ഒരാളിനെ കാണാൻ പോകുമ്പോൾ അതിന് നിങ്ങൾക്കൊരു ഒരുക്കം ഉണ്ടാവും. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ആ ഫംഗ്ഷനിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലായിരിക്കത്തില്ല പോകുന്നത്, അതിന് നിങ്ങൾക്കൊരു ഒരുക്കം ഉണ്ടാവും. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരാളിനെ കാണാൻ പോകുമ്പോൾ, ഫേസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒത്തിരി ചിന്തകൾ ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, നാളെ ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നാളുകളിൽ എൻ്റെ സാമ്പത്തിക വിഷയങ്ങളെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നാളുകളിൽ ചിലർ പറയാറുണ്ട്, എന്നെ എൻ്റെ ബോസ് വിളിച്ചിട്ടുണ്ട്, എൻ്റെ മീതെയുള്ള എൻ്റെ ജോലി സ്ഥലത്തെ ബോസ് വിളിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു ബ്രദറെ, ഞാൻ എങ്ങനെയാ പുള്ളിയെ ഫേസ് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത്? ചില വിഷയങ്ങളുണ്ട്. ഞാൻ എങ്ങനെ എൻ്റെ ബോസിനെ മീറ്റ് ചെയ്യും, ഞാൻ എങ്ങനെ എൻ്റെ നാളുകളെ ഫേസ് ചെയ്യും എന്ന് ചിന്തിക്കുന്ന നിങ്ങൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട്? നാളുകളിൽ അല്ലെങ്കിൽ അറ്റ് എനി ടൈം, ഏത് സമയവും ഈ വാഗ്ദത്തം സംഭവിക്കാം, എനിക്ക് എൻ്റെ കർത്താവിന്റെ മുൻപിൽ അവനെ ഫേസ് ചെയ്യാൻ കഴിയുമോ? അവനെ ഫേസ് ചെയ്യുവാൻ എനിക്ക് കഴിയണമെങ്കിൽ വചനം പറയുന്നു, അതിനെനിക്ക് വ്യക്തിപരമായ ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. അതാണ് പാട്ടുകാരൻ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞില്ല, അത് പാടിക്കോ. വിശുദ്ധിയെ തികച്ചു നാം ആ പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. പ്രിയൻ വരുവതിൻ താമസം ഏറെയില്ല. ഇത് ഓൺലൈനിൽ കാണുന്നവരും ഈ ചർച്ചയിൽ ഇരിക്കുന്നവരും എല്ലാം മനസ്സിലാക്കണം. നമ്മൾ ന്യൂ ഇയറിന്റെ സർവീസിൽ ഇത് സവിസ്തരമായി കേൾക്കുവാനിടയായി. 2025, 26, 27 വർഷങ്ങളൊക്കെയും കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ മുഴുവൻ ലക്ഷണങ്ങളും കാണിക്കാൻ പോകുന്ന സമയങ്ങളാണ്. ഒന്ന് കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. 2 കരങ്ങളും അടിച്ച് പാടുന്നെങ്കിൽ പാട്. 2 കരങ്ങളും അടിച്ച് തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിരുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിരുന്നു. രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ഓ കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ടു താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ടു താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യക്കിരെ ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യക്കിരെ ഒരുങ്ങിയിടാം. ഓ ആകാശത്തിൽ ശക്തി ഇളകുന്നതാ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൽ ശക്തി ഇളകുന്നതാ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിയിടാം. ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിയിടാം. ആ ബുദ്ധിമാന്മാർ പല വീണിടുന്നേ ദൈവശക്തിയിലെ ജയിച്ചവരോടിടുന്നേ. ലോകമോഹങ്ങൾക്ക് അതിരീരുന്നതാ ഒരുങ്ങിയിടാം. ലോകമോഹങ്ങൾക്ക് അതിരീരുന്നതാ ഒരുങ്ങിയിടാം. കാരുടനായി വാങ്ങിടും 10,000 പേർകളിൽ സുന്ദര
പേർത്തിടാതോടിടുക മണവാളൻ വരവേറ്റമടുത്തുപോയി മാലിന്യം പേർത്തിടാതോടിടുക മണവാളൻ വരവേറ്റമടുത്തുപോയി അണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരു കീഴ അണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരു കീഴ ആ വിശുദ്ധിയെ തികച്ചു നാം ഒരു വിശുദ്ധിയെ തികച്ചു നാം ഒരു തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരു കീഴ തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരു കീഴ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 1-ാം അധ്യായം 11-ാമത്തെ വാക്യം താമസം വിന നിറവേറുമെന്ന പ്രത്യാശയുള്ള ദൈവമക്കൾ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് മുഴുവൻ ശുശ്രൂഷകളും ഇന്നത്തെ തിരുമേശയുടെ ശുശ്രൂഷയും മുഴുവൻ ആരാധനയും ഞാൻ രക്ഷിക്കപ്പെട്ടതും ദൈവകൽപ്പന അനുസരിച്ചതും ദൈവഭാഗത്ത് വന്നതും ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും പ്രവചിച്ചതും കർത്താവ് ഇവിടുത്തെ രോഗികളെ സൗഖ്യമാക്കിയതും വിടുതലുകൾ അയച്ചതും മുഴുവൻ കാര്യങ്ങളും യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിലെ പ്രിപ്പറേഷൻ ആണ്. ചോദ്യം ഇതാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എല്ലാവർക്കും എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും എല്ലാവരെയും മീറ്റ് ചെയ്യാൻ എനിക്ക് ആമോസിന്റെ പുസ്തകത്തിലെ വാക്യം ഇട്ടേക്കണേ, എല്ലാവർക്കും എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ വിചാരിച്ചാൽ ചില വ്യക്തികളെ ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഒത്തിരി ശ്രമങ്ങൾ നടത്തണം. ശരിയാണോ? ആർക്കും ആരെയും വേണമെങ്കിലും കാണാമോ? പറ്റത്തില്ല. പക്ഷെ എല്ലാവർക്കും എല്ലായ്പ്പോഴും എപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്. അതിൽ ജാതിയോ മതമോ സഭയോ സംഘടനയോ ഒരു വ്യത്യാസമില്ല. അതിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഒന്നും തന്നെയില്ല. അത് അങ്ങനെ ആയതുകൊണ്ട് കർത്താവായ യേശുവിനെ ആർക്കും കാണാം. അവൻ ആരുടെ അരികിലും വരും, അവൻ ആരെയും സ്വീകരിക്കും. തന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അതിൽ യഹൂദനെന്നില്ല, യവനനെന്നില്ല, എബ്രായനെന്നില്ല. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇല്ലെങ്കിൽ നമ്മളിവിടെ കാണുമോ? ഹല്ലേലൂയ. പക്ഷേ അതിനൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. മീറ്റ് ചെയ്യാം, പക്ഷെ ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. എങ്ങനെ ഒരു സാധാരണ മനുഷ്യനായ എനിക്ക് ഇത്ര വലിയവനായ ദൈവത്തെ മീറ്റ് ചെയ്യാൻ കഴിയും? ഞാനൊരു നോർമൽ പേഴ്സണാണ്. ദൈവം ഭയങ്കര വലിയവനായ ദൈവമാണ്. ആ ദൈവത്തെ എനിക്ക് എങ്ങനെ കണ്ടുമുട്ടുവാൻ, ഫേസ് ചെയ്യുവാൻ, അരികിൽ വരുവാൻ കഴിയും? ദൈവം മനുഷ്യന്റെ ദൈവമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവം മനുഷ്യന്റെ ദൈവമാണ്. അടുത്തൊരു വാക്ക് പറഞ്ഞേ, മനുഷ്യൻ ദൈവമല്ല. മനുഷ്യൻ ദൈവമല്ല. ഉറക്കെ പറയണം. അത് മനുഷ്യൻ ദൈവമല്ല. രണ്ടും പറയണം, ചേർത്ത് വേണം. രണ്ടുകൂടെ ചേർത്ത് പറയണം. ദൈവം മനുഷ്യന്റെ ദൈവമാണ്. മനുഷ്യന്റെ ദൈവമാണ്. മനുഷ്യൻ ദൈവമല്ല. ദൈവമല്ല. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവം മനുഷ്യന്റെ ദൈവമാണ്, മനുഷ്യൻ ദൈവമല്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ദൈവം മനുഷ്യന്റെ ദൈവമാണ്, മനുഷ്യൻ ദൈവമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പറഞ്ഞ രണ്ട് വാക്കുകളെയും സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്തുകൊണ്ട് തന്റെ പുത്രനെ മനുഷ്യ സാദൃശ്യത്തിലാക്കി ഈ ഭൂമിയിലേക്ക് അയച്ചു. ഒന്നാമതായി, സമയപരിമിതികൾ കൊണ്ട് തിരുമേശയുടെ ശുശ്രൂഷയാണല്ലോ. ഒന്നാമതായി, കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ അവനെ എതിരേൽക്കുവാൻ, അവനെ മീറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നമ്പർ 1, അവനിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ, വന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തി കാണിച്ച്, യേശു കർത്താവിന്റെ സന്നിധിയിലാണ് ഞാൻ വന്നിരിക്കുന്നെന്നുള്ളത്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? കൈ കൊടുത്ത് പറഞ്ഞ്, അതാ വിശ്വസിക്കേണ്ടി പറഞ്ഞ്, അതാ വിശ്വസിക്കേണ്ടത്. എന്താ വിടുതൽ നടക്കാത്തത്? എന്താ പലതിലും ഒരു മാറ്റം സംഭവിക്കാത്തത്?
ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ, ഇന്നിവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും അകത്ത് ഒരു ഉറപ്പുണ്ടാകണം, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം ഇല്ലെന്നും ഇങ്ങനൊരു കാര്യം ഇല്ലെന്നും അത്ഭുതങ്ങളില്ലെന്നും ദൈവപ്രവർത്തികളില്ലെന്നും വിടുതലുകളില്ലെന്നും ദൈവം ഇന്ന് പ്രവർത്തിക്കുന്നില്ലെന്നും അത് പണ്ടങ്ങാണ്ട് ആരോണ്ട് പറഞ്ഞൊരു കഥയാണെന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് പൈശാചിക ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഭയങ്കരമായി കൂടി വരും. അതുകൊണ്ടാണ് യേശുക്രിസ്തു തന്നെ പറഞ്ഞത്, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞത്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് യേശു പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾക്ക് എത്ര പേർക്ക് എനിക്ക് ദൈവമെന്ന് പറയുന്നത് ഒരു കേട്ടുകേൾവിയല്ല, പറഞ്ഞു കേൾവിയല്ല, അതെന്റെ അനുഭവമാണ് എന്നുള്ളവർ ആ കൈകളെ ഈ ഓൺലൈനിൽ ഇതെന്റെ അനുഭവം, ഞാൻ എൻ്റെ ദൈവത്തെ, അവന്റെ പ്രവൃത്തിയെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ ആളാണ് എന്ന ഉറപ്പുള്ള ദൈവമക്കൾ ആ കൈകളെ തട്ടി ദൈവത്തിന് നന്ദി പറയാം. വിശ്വാസം കൂടാതെ വിശ്വസിക്കുക, 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 വിശ്വസിക്കുക. എല്ലാ അവിശ്വാസത്തിന്റെ ആത്മാവിനെയും എല്ലാ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയത്തെയും യേശുവിൻ നാമത്തിൽ ഉടച്ചുകളാ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിച്ച ദൈവമക്കളെ നിങ്ങൾക്കൊരു പ്രതിഫലം ഉണ്ടെന്നും, ഒരു ദൈവപുരുഷൻ എന്ന നിലയിൽ നിന്ന് ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ദൈവദാസൻ എന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് പകൽ ഞാൻ ഇവിടെ വിളംബരം ചെയ്യുകയാണ്. ദൈവത്തെ അന്വേഷിച്ച മുഴുവൻ ആളുകൾക്കും പ്രതിഫലം ഉണ്ടാകും, ഉറപ്പായി ഉണ്ടാകും. നിനക്കൊരു പ്രതിഫലം ഉണ്ട്, നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ ആ വാക്യം നോക്കിയോ? വിശ്വാസം കൂടാതെ ദൈവത്തെ, ഈ നമ്മുടെ ഈ വർഷം കർത്താവ് തന്ന ആലോചനയാണല്ലോ ഗ്രേറ്റ് ഗ്രേസ് എന്നൊരു പദം. ഈ ഗ്രേസ് എന്ന് പറഞ്ഞാൽ കൃപ എന്ന് മാത്രമല്ല അതിനർത്ഥമുള്ളത്. കൃപ എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന്റെ പ്രസാദമാണ്. കൃപ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുകൂലതയാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾ ശക്തമാണെന്ന് എനിക്കറിയാം, അത് ദൈവത്തിന്റെ ഫേവറാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ദൈവപ്രസാദം ഉണ്ടാകും? എല്ലാ മനുഷ്യരുടെയും ടാർഗറ്റ് ഇതാണ്, എല്ലാ മനുഷ്യരുടെയും ലക്ഷ്യം ഇതാണ്. എല്ലാ ആളുകളും അതാത് മേഖലകളിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യർ ചെയ്യുന്നുണ്ട് നോക്കിയാൽ മതി, വിവിധ നിലകളിൽ നോക്കിയാൽ മതി. എന്നാൽ വേദപുസ്തകം, വിശുദ്ധ ബൈബിൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്തു ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്നത്. ഇതാ നമ്മുടെ കുഴപ്പം. എന്ത് കാര്യം പറഞ്ഞാലും കൈ അടിക്കും, സ്വത്രം പറയും. ഞാൻ ഈ ലീഡർഷിപ്പ് മീറ്റിംഗ് പറഞ്ഞു, ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചൈനയിലെ വുഹാനിൽ ഒരു ടെസ്റ്റ് ട്യൂബിനകത്തിരുന്ന വൈറസ് അത് മറിഞ്ഞതിനാൽ, ഞാൻ അങ്ങനെ പറഞ്ഞു, ലോകം മുഴുവൻ ലോക്ക്ഡൌണിലേക്ക് പോയെങ്കിൽ വീണ്ടും അടുത്തത് മറിയുന്നുണ്ട്. ഇത് നമ്മളെല്ലാം മറന്നുപോയെന്നറിയാം. ന്യൂ ഇയർ സർവീസിലെല്ലാം കേട്ടവരെല്ലാം പല കാര്യങ്ങളും ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒത്തിരി പ്രൊഫറ്റിക് വേർഡുകൾ നമ്മൾ ആ ദിവസത്തിൽ കേൾക്കുവാനിടയായി. അതെല്ലാം ദൈവം ചെയ്യട്ടെ, തന്റെ മക്കളെ സൂക്ഷിക്കട്ടെ, തന്റെ ജനത്തെ കർത്താവ് പരിപാലിക്കട്ടെ. പക്ഷേ യേശു തന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ മഹാമാരിയും, യേശു തന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ യുദ്ധങ്ങളും, യേശു തന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിലുള്ള അനൈക്യതകളും ഒക്കെ ആ വാഗ്ദത്തങ്ങളൊന്നും നിറവേറാതിരിക്കത്തില്ല. അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. ഞാൻ അതിലേക്ക് വരുന്നു വചനഭാഗത്തിൽ. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. ആ ഗ്രേറ്റ് ഗ്രേസ് നമുക്കുണ്ടാകാൻ, ആ ഫേവർ നമുക്കുണ്ടാകാൻ, ഒരാളിൽ ദൈവം പ്രസാദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ലൈഫ് മാറുകയാണ്. 100% മാറിയവരാണ് ഇവിടെ ഇരിക്കുന്നത്. ദൈവപ്രസാദം നിങ്ങളുടെ വീട്ടിൽ വെളിപ്പെട്ടാൽ
നിങ്ങൾ എത്ര വലിയ ശാപത്തിന്റെ കീഴിലാണെങ്കിലും ആ ശാപങ്ങൾ തകർന്നിരിക്കും. Amen. Amen. Yes. ദൈവപ്രസാദം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നിങ്ങൾ എത്ര ദാരിദ്ര്യത്തിൽ പോകുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടായിരിക്കും. നമുക്ക് വേണ്ടത് മനുഷ്യന്റെ പ്രസാദമല്ല, നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ പ്രസാദമാണ്. Yes. Amen. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ സഭയോട് ചോദിച്ചത്, ഇപ്പോൾ നിങ്ങൾ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത്? ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവപ്രസാദം നമ്മളിൽ വരാൻ എബ്രായർ 11:6 എഴുതിയിരിക്കുന്നു, അതിനാധാരമായിരിക്കുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്നാൽ യേശു കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട് ദൈവദാസനെ. അത് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 28-29 വാക്യങ്ങളിലാണ്. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതെല്ലാം മതസ്ഥരും, പെട്ടെന്ന് പോലെ ഇതെല്ലാം മതസ്ഥരും ചെയ്യുന്നൊരു കാര്യമാണ്. ഇതെല്ലാവരും നിങ്ങൾ ചോദിക്കുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു 5 കാര്യം പറഞ്ഞു തന്നാൽ നിങ്ങളത് ചെയ്യുകയോ ചെയ്യത്തില്ലയോ? അത് ചെരുപ്പൂരി ഇടാൻ പറഞ്ഞാൽ ചെരുപ്പൂരി ഇടും, ആരും മിണ്ടുന്നില്ല. അത് വെള്ളവസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ വെള്ളവസ്ത്രം ധരിക്കും. അതെന്ത് കർമ്മമാണെങ്കിലും ആചാരമാണെങ്കിലും മനുഷ്യൻ ചെയ്യും. പക്ഷേ ശിഷ്യന്മാർ കർത്താവായ യേശുവിനോട് ചോദിക്കുന്നു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവർ കരുതിയത് ഒരു നീണ്ട ലിസ്റ്റ് യേശു കൊടുക്കുന്ന. പക്ഷെ യേശു കർത്താവ് പറഞ്ഞത് എന്താ? 29-ാം വാക്യത്തിൽ യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. ഒന്ന് നീ വേറെ ഒന്നും ചെയ്യണ്ട. ഇന്ന് പകൽ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഓ ആത്മാവിൽ പ്രാർത്ഥിച്ച യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുന്നവരിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകുകയാണ്. യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് കൈകളെ ഉയർത്തിയേ. ഈ ഓൺലൈനിൽ കാണുന്ന, വീട്ടിലിരുന്ന് കാണുന്നവർക്കും ഈ ഞായറാഴ്ച പകലിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി തന്നെ അവനിൽ അയച്ചവന് നിങ്ങൾ വിശ്വസിക്കുന്നത് അത്ര. ദൈവത്തെ, അസ്വർഗീയ പിതാവിനെ വിശ്വസിക്കുന്നവർ ഒന്ന് കൈകളെ ഉയർത്തിപ്പിടിച്ചു. നിങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, ദൈവപ്രസാദം നിങ്ങളുടെ ഭവനത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ചേർന്ന് കരങ്ങളെ അടിച്ച ദൈവത്തിന്റെ നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഇനി ആ പഴയ അനുഭവങ്ങളിലായിരിക്കുകയില്ല. ഞാനിത് പറയുമ്പോൾ സന്തോഷമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ആ മഹാഭാഗ്യം ലഭിച്ചവർ, ആശ്ചര്യമേ ഇതാരാൽ വർണ്ണിക്കാൻ കഴിയും? കൃപയേ, ഇത് കൃപയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Can you please sing it that clearly? ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാൻ, ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ. കൃപയേ, 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 കൃപയേ. ഇത് എന്തൊരു അത്ഭുതമാണ് ഇത്. അതുകൊണ്ട് പറയുന്നത് ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിക്കാൻ പറ്റും? ഇത് കൃപയാണെന്ന് പറഞ്ഞതിന്റെ കാരണം എന്നാ? ഒന്ന് ഓർത്തു നോക്കി. ഇവിടെ മനുഷ്യർ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ പലരും ചെയ്യുന്നു. നമ്മളിൽ പല പ്രിയപ്പെട്ടവർ എന്തെല്ലാം കാര്യങ്ങളിൽ പലരും ഏർപ്പെടുന്നു. പക്ഷെ വേദപുസ്തകം, വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നും ചെയ്യണ്ട, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ഇന്ന് കൈ കൊട്ടാതിരിക്കുന്നവരോടും ഇത് വിശ്വസിക്കാത്തവരോടും ഞാൻ പറയുന്നു, നിനക്ക് പറയേണ്ടി വരും, എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന്. നിനക്ക് പറയേണ്ടി വരും, എന്റെ ദൈവം എന്നെ മാനിച്ചെന്ന്. ഹല്ലേലൂയ. എന്തിനാ വിശ്വസിക്കുന്നേ? എന്തിനാ വിശ്വസിക്കുന്നേ? എന്തിനാ അവനിൽ വിശ്വസിച്ചേ? യോഹന്നാൻ 6:47 യേശു ക്രിസ്തു പറയുന്നു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഒന്ന്, യേശുവിൽ വിശ്വസിച്ചവൻ ദൈവത്തിന്റെ മകനാകുന്നു, ദൈവത്തിന്റെ മകളാകുന്നു, ദൈവപ്രസാദം അവനിൽ വരുന്നു. ഇത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതല്ല. ചിന്തിക്കരുത്. ആരാണ്ട് ഏതാണ്ട് പറയുന്ന കേട്ടിട്ട് നീ ആരാധനയ്ക്ക് വരാതിരിക്കരുത്, നീ പ്രാർത്ഥിക്കാതിരിക്കരുത്. മേലോട്ട് വലിക്കുന്ന ശ്വാസം താഴോട്ട് പോയില്ലെങ്കിൽ
ഈ ലോകത്ത് നിന്ന് തന്നെ മാറ്റപ്പെടുന്ന മനുഷ്യന്റെ വാക്കുകളിലല്ല നീ വിശ്വസിക്കേണ്ടത്, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിലാണ്. കർത്താവിൽ വിശ്വസിച്ചവർ, യേശുവിൽ വിശ്വസിച്ചവർ, മോക്ഷയാത്രയാണിത്. ഞാൻ നടപ്പത് കാഴ്ചയാലല്ല വിശ്വാസത്താലെയാണ്. ബൈബിൾ പറയുന്നു, എന്റെ നീതിമാൻ അവൻ വിശ്വാസത്തിൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ അവനിൽ എനിക്ക് പ്രസാദമില്ല. അവക്കെ ഒന്ന് പാസ്റ്റർ പറഞ്ഞു മൈക്കിലൂടെ പറ. എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. അടുത്ത വാക്യം, പിന്മാറുന്നുവെങ്കിൽ അവനിൽ പ്രസാദം. ഒന്നുകൂടെ പറഞ്ഞു. എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ അവനിൽ പ്രസാദമില്ല. സ്ഫുടമായി പറയണം, പ്രസാദമില്ലെന്ന്. പിന്മാറുന്നെങ്കിൽ അവനിൽ പ്രസാദമില്ല. നീ എപ്പോ പിന്മാറുന്നോ അപ്പോൾ മുതൽ ഫേവർ നഷ്ടപ്പെടുകയാണ്. എന്നാൽ നീ അതിനകത്ത് ഉറച്ചു നിന്നാൽ, യേശുവിൽ ഉറച്ചു വിശ്വസിച്ചാൽ, അവന്റെ വചനത്തിൽ ഉറച്ചു നിന്നാൽ, നിന്നെ നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആത്മാവ് ഇടപെടുകയാണ്. എന്റെ നീതിമാൻ കാഴ്ചയാലല്ല ജീവിക്കുന്നത്. എന്റെ വചനം പറയുന്നു, ആ നീതിമാൻ ആരാണ്? നീതിമാൻ ആരാണ്? നീതിമാൻ ആരാണ്? അറിഞ്ഞൂടെ? ഇതാ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ പറഞ്ഞു, നീതിമാൻ ആരാണ്? എന്താ റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23, 24, 25 വാക്യത്തിൽ പറയുന്നത്? ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് ഇല്ലാത്തവരായി അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. 25-ാം വാക്യത്തിൽ എഴുതിയിട്ട്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന്. ആരാണ് നീതിമാൻ? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ. അതാണ് ബൈബിൾ പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്തിൽ. ആരിലുള്ള വിശ്വാസത്തിൽ? ദൈവവിശ്വാസത്തിൽ. എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ അവനിൽ എനിക്ക് പ്രസാദമില്ല. അവൻ പിന്മാറാതെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ എന്റെ ഫേവർ അവന്റെ കൂടെ ചലിക്കും. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി, എന്റെ കൃപയുടെ കരം, എന്റെ കൃപയുടെ കരം, എന്റെ കൃപയുടെ കരം, എന്റെ കൃപയുടെ ഭുജം. നീതിമാനായി മാറ്റിയതും ഉങ്കൾ കൃപയാ, നിത്യജീവൻ തന്നതും നിൻ കൃപയാ. നീതിമാനായി മാറ്റിയതും ദൈവകൃപയാ, നിത്യജീവൻ നൽകിയതും ദൈവകൃപയാ. നീതിമാനായി മാറ്റിയതും ദൈവകൃപയാ, നിത്യജീവൻ നൽകിയതും ദൈവകൃപയാ. കൃപയാ, 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 കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. നീതിമാനായി ദൈവകൃപയാ, നിത്യജീവൻ ദൈവകൃപയാ. നീതിമാനായി മാറ്റിയതും ദൈവകൃപയാ, നിത്യജീവൻ നൽകിയതും ദൈവകൃപയാ. കൃപയാ, നമ്മൾ ഈ പാട്ട് പാടിയുന്ന ദൈവത്തെ ആരാധിക്കും. യേശു പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ അവന്റെ മകനായി മകളായി മാറുന്നു. അവനിൽ വിശ്വസിക്കുന്നവർ നിത്യജീവനെ പ്രാപിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 7:38 അവനിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു വാക്യം പറയാം. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ.
5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ഒന്ന് കരങ്ങൾ അടിച്ച് കർത്താവ്, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ചേർന്നൊരാമീൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ എതിരേൽക്കുവാൻ നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഒരു നിമിഷം ഒന്ന് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരും. കർത്താവേ, എൻ്റെ ലൈഫിൽ എനിക്കിതിനോടുള്ള ബന്ധത്തിൽ ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ആ പ്രിപ്പറേഷനായിട്ട് എന്നെ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ മേശ എൻ്റെ മുൻപിലുണ്ട്. അറ്റ് എനി ടൈം, ഏത് സമയവും യേശു കർത്താവ് മടങ്ങി വരാം. അറ്റ് എനി ടൈം ആ വാഗ്ദത്തം സംഭവിക്കാം. ഓ താങ്ക് യു ജീസസ്. മക്കളെ, ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ദി ലോർഡ്. ഇത് കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ ഞാൻ നഷ്ടപ്പെടുത്തി കളയുന്ന ആളായിട്ടല്ല. ഐ ആം റിസീവിംഗ് ദിസ് വേർഡ് ഫ്രം യു ലോർഡ് ജീസസ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നെ ഒന്ന് നോക്കിയേ സഹോദരങ്ങളെ. ഈ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, ഗുരു, അതെപ്പോൾ ഉണ്ടാകും? അതെപ്പോൾ സംഭവിക്കും? അത് സംഭവിക്കാറാകുമ്പോൾ ലക്ഷണം എന്ത് എന്നവനോട് ചോദിച്ചു. നമ്മൾ കേട്ടു യേശു മടങ്ങി വരുമെന്ന്. ഇത് ശിഷ്യന്മാർക്ക് നേരത്തെ അറിയാമായിരുന്നു. യേശു ഇത് മുന്നമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അറിയണം എപ്പോഴാണ് ഞങ്ങൾ റെഡി ആകേണ്ടേ, എപ്പോഴാണ് ഞങ്ങൾ ഒരുങ്ങേണ്ടേ. നിങ്ങൾക്കറിയാമോ, അപ്പോസ്തലന്മാര് പത്രോസും പൗലൂസും ഒക്കെ തന്നെ അവർ ജീവിച്ചിരുന്ന കാലഘട്ടം എൻഡ് ടൈമാണ്, അന്ത്യകാലമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മാസങ്ങളും വർഷങ്ങളും എടുക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ഈ യേശു മടങ്ങി വരുമെന്ന് അവർ അന്ന് വിശ്വസിച്ചിരുന്നു. എന്ന് വെച്ചാൽ പത്രോസിന്റെ കാലഘട്ടത്തിൽ യേശു വരുമെന്ന് പത്രോസും, പൗലോസിന്റെ കാലഘട്ടത്തിൽ യേശു മടങ്ങി വരുമെന്ന് പൗലോസും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ആത്മാവ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ജനത്തിന്റെ മുകളിൽ വരുന്ന സമയത്ത് അപ്പുറത്ത് പെന്തിക്കോസ് പെരുന്നാൾ കൂടിക്കൊണ്ടിരുന്ന ഒരു സമൂഹം ഓടി വന്ന് ഈ മാളിക മുറിയിലേക്ക് കയറുമ്പോൾ അവര് പരിഹസിച്ചു. പരിശുദ്ധാത്മാവിൽ ഇവർ നിറയപ്പെട്ട് അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അറിവില്ലായ്മ കൊണ്ട് അവർ പരിഹസിച്ചു. അവർ പരിഹസിച്ച് പറഞ്ഞ വാക്ക്, ഇവരെല്ലാം വീഞ്ഞു കുടിച്ച് അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ അതിന് മറുപടിയായി പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ പത്രോസ് നിന്ന കാലഘട്ടം അന്ത്യകാലഘട്ടമായിരുന്നെന്ന് പത്രോസ് വിശ്വസിച്ചിരുന്നു. എൻഡ് ടൈമാണ്, ഇത് ഒടുവിലത്തെ നാളുകളാണ് എന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ പ്രവചന ഭാഗത്തെ അതുപോലെ എടുത്ത് പത്രോസ് വിളംബരം ചെയ്തത്, വെളിപ്പെടുത്തിയത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. At any time, at any year, ഏത് വർഷവും ഏത് സമയവും ഏത് മണിക്കൂറിലും യേശു പറഞ്ഞ വാഗ്ദത്തം നിറവേറും. എന്നാൽ ആ കാലങ്ങളോ ആ സമയമോ ദൂതന്മാർക്ക് അറിയില്ല. ബൈബിൾ ആഴമായി മനസ്സിലാക്കി പഠിച്ചാൽ ആ സമയം യേശു ക്രിസ്തുവിന് പോലും അറിയില്ല. ആ സമയം യേശുവിലല്ല നിക്ഷിപ്തമായിരിക്കുന്നത്, അത് പിതാവായ ദൈവത്തിലാണ്. ആ സമയമാകുമ്പോൾ വീണ്ടും തൻ്റെ മകനെ, തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം മടക്കി അയക്കും. പക്ഷേ ഇനി രംഗം അങ്ങനെയല്ല. ഒരിക്കൽ ദൈവ കുഞ്ഞാടായി ഈ ഭൂമിയിൽ വന്ന യേശു കർത്താവ് ഇനി വരുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ടാണ്. അന്ന് പാപം പരിഹരിക്കുവാൻ വന്നവൻ ഇനി വരുന്നത് പാപം പരിഹരിക്കാനല്ല,
പാപികളെ രക്ഷിക്കാനുമല്ല, പാപം പരിഹരിക്കപ്പെട്ട വിശുദ്ധന്മാരെ ചേർക്കുവാനാണ്. അന്ന് രക്ഷിക്കുവാൻ, മനുഷ്യനെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ വന്ന യേശു ഇനി വരുന്നത് രക്ഷിക്കുവാനല്ല, ന്യായം വിധിക്കുവാൻ വേണ്ടിയാണ്. അന്ന് മുൾക്കിരീടധാരിയായി ക്രൂശിൽ മരിച്ചവൻ ഇനി മടങ്ങി വരുന്നത് പൊൻകിരീടധാരിയായിട്ടാണ്. അന്ന് ദാസനായി ഈ ഭൂമിയിൽ ജീവിച്ചവൻ ഇനി മടങ്ങി വരുന്നത് രാജാതി രാജാവായിട്ടാണ്. അന്ന് കോലിനാൽ അടിക്കപ്പെട്ടവൻ ഇനി ഈ ഭൂമിയിൽ വരുന്നത് ഇരുമ്പ് കോലിനാൽ ഈ ഭൂമിയെ ഭരിക്കുവാനാണ്. അന്ന് സൗമ്യനായി കഴുതപ്പുറത്ത് യാത്ര ചെയ്തവൻ ഇനി വരുന്നത് ജയാളിയായി വെള്ളക്കുതിരയുടെ മുകളിലാണ്. അന്ന് ക്രൂശിൽ മരിക്കുവാൻ ഈ ഭൂമിയിൽ വന്നവൻ ഇനി വരുന്നത് സിംഹാസനത്തിൽ ഇരുന്ന് ഈ ഭൂമിയെ ഭരിക്കുവാൻ വേണ്ടിയാണ്. അന്ന് ഈ ഭൂമിയിലേക്ക് യേശു വന്നപ്പോൾ അവന്റെ സ്വന്തക്കാർ പോലും, സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ഇനി അവൻ വരുമ്പോൾ എല്ലാ മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവും അവൻ കർത്താവ് ഏറ്റു പറയും. അവനെ കുത്തിയവർ അവങ്കിലേക്ക് നോക്കും. അന്ന് ബെത്ലഹേമിൽ വന്നവൻ, ജനിച്ചവൻ ഇനി വരുന്നത് ബെത്ലഹേമിലേക്കല്ല. താൻ എവിടുന്ന് സ്വർഗാരോഹണം ചെയ്തുവോ ആ ഒലിവ് മലയിലേക്കാണ്. ആ ഒലിവ് മല കർത്താവിന്റെ പാദസ്പർശമേൽക്കുവാൻ ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ പല സമയങ്ങളിലും ആ രാജ്യം സന്ദർശിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആണത്. അവിടെ നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമൊന്നുമല്ല. നമ്മുടെ പാലക്കാട് ജില്ലയുടെ അത്രയേ ഉള്ളൂ. പാലക്കാട് ജില്ലയുടെ അത്ര ഇല്ല. കൊല്ലം ജില്ലയുടെ അത്ര ഇല്ല ആ രാജ്യം. പക്ഷേ ആ ചെറിയ രാജ്യം വലിയവനായ ദൈവത്തിന്റെ കയ്യിലാണ്. എത്രയോ ശക്തമേറിയ ആക്രമണങ്ങൾ ആ രാജ്യത്തിനെതിരെ സംഭവിച്ചിരിക്കുന്നു. എത്രയോ ശക്തമേറിയ യുദ്ധങ്ങൾ ആ രാജ്യത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്നും ആ രാജ്യം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തോക്കുകൊണ്ടല്ല, മിസൈലുകൾ കൊണ്ടല്ല, മറ്റൊരു സംവിധാനങ്ങൾ കൊണ്ടുമല്ല, യാവേ യഹോവയുടെ ഭുജത്താലാണ്. ഞാൻ എൻ്റെ ജനതയായ ഇസ്രായേലിനെ ചുറ്റി പരിപാലിക്കും എന്ന് കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ മറയ്ക്കുമെന്നുള്ള വാഗ്ദത്തം നിങ്ങൾ ഓർത്ത് നോക്കി. എത്ര 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 ഫൈറ്റുകളാണ്. ഞാൻ ഒരു വലിയ ലിസ്റ്റ് തന്നെ എൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്ന് പ്രസംഗിക്കാനുള്ള സമയമില്ല. ഇസ്രായേൽ ജനത കടന്നുപോയ യുദ്ധങ്ങളെ കുറിച്ച് ഒരു വലിയ ഒരു ലിസ്റ്റ് തന്നെ എൻ്റെ മുൻപിലുണ്ട്. ഞാൻ ഒരിക്കൽ അതിവിടെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ആ യുദ്ധങ്ങളിലൊന്നും പലപ്പോഴും അവർക്ക് ആയുധ സന്നാഹങ്ങൾ പോലും ഇല്ലായിരുന്നു. കാരണം ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തം, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കും. ചേർന്നൊരാമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഭയെ, പ്രിയ ദൈവജനമേ, ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ഗുരു അതെപ്പോൾ സംഭവിക്കും? എല്ലാവരും ആ ബൈബിൾ ഒന്ന് തുറന്നേ, എല്ലാവരും ഒന്ന് തുറന്നേ. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം 7-ാമത്തെ വാക്യം എടുത്തേ. അത് സംഭവിക്കാറുള്ള ലക്ഷണം എന്തെന്ന് ചോദിച്ചു. അതിന് യേശു ക്രിസ്തു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ, ആരും അടുത്തിരിക്കുന്ന ഒരു മനുഷ്യനും നിന്റെ വിശ്വാസ ജീവിതത്തെ തകർക്കാതിരിക്കാൻ നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഒരു സാഹചര്യങ്ങളും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുന്ന, തെറ്റിക്കുന്ന, നിന്നെ റൂട്ട് തെറ്റിക്കുന്ന, ദൈവത്തിൽ നകറ്റുന്നതൊന്നും കേൾക്കുവാനോ കാണുവാനോ അസോസിയേറ്റ് ചെയ്യുവാനോ നിന്റെ ജീവിതത്തെ വിട്ടു കൊടുക്കരുത്. കൊടുത്താൽ നഷ്ടം പ്രസംഗിക്കുന്ന എനിക്കോ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ലൂക്കോസിനോ ഒന്നുമല്ല, നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം യേശുവിന്റെ വരവിന് മുൻപായിട്ട് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് യേശു പറഞ്ഞില്ലേ? ശരിക്കും സത്യത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നുമുള്ള പിന്മാറ്റങ്ങൾ ജനത്തിൽ സംഭവിക്കുന്നത് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അത് സംഭവിക്കരുത്. മനസ്സിലായില്ല? ആരും വിശ്വാസ ജീവിതത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന് അകന്നു പോകരുത്. 9-ാമത്തെ വാക്യം, നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ
ഞെട്ടിപ്പോകരുത്. അതാദ്യം സംഭവിക്കേണ്ടത് തന്നെ, അവസാനമല്ലാതാണ്. യേശു പറഞ്ഞ വാക്കിന് ഇത്രയേ ഉള്ളൂ: രാജ്യങ്ങൾ തമ്മിലുള്ള അനൈക്യതകൾ. നമ്മൾ ന്യൂ ഇയർ സർവീസിന് കേട്ടു ആ പ്രൊഫറ്റിക് വേർഡ്. റഷ്യയോടുള്ള ബന്ധത്തിലും ഇസ്രായേൽ എന്ന രാജ്യത്തോടുള്ള ബന്ധത്തിലും ഒക്കെ ഈ വർഷം സംഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കാനിടയായി. നിങ്ങളത് കേട്ടിട്ട് മറന്നു പോയെങ്കിൽ ആ വീഡിയോസ് ഇവിടുത്തെ മീഡിയ ടീമിൻ്റെ കയ്യിലുണ്ട്. എപ്പോഴെങ്കിലും അവർ നിങ്ങൾക്കത് അയച്ചു തരും. നമ്മളത് ഓർത്തിരിക്കുന്നവരായതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള അനൈക്യതകൾ. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അതിശക്തമേറിയ ഈ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 11-ാം വാക്യം, വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികൾ, മഹാമാരികൾ, മഹാവ്യാധികൾ അവിടെ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. ഇതൊക്കെ ഇന്ന് ഈ കാലഘട്ടം ഫേസ് ചെയ്യുകയാണ്. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാറ്റിനും മുൻപേ അവർ നിങ്ങളുടെ മേളിൽ, ദൈവസഭകളുടെ മേളിൽ, ദൈവദാസന്മാരുടെ മേളിൽ, കർത്തൃശുശ്രൂഷകരുടെ മേളിൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും ഭയങ്കരമായ ക്രൈസ്തവ പീഡനങ്ങൾ, ആഗോളമായി വെളിപ്പെടുന്ന ക്രൈസ്തവ പീഡനങ്ങൾ യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ്. ആരോട് പറയാനാ? ഇവിടെ എൻ്റെ കട ഒന്ന് മാറ്റിയതാ, എൻ്റെ പിള്ളേരുടെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞിരിക്കുന്നവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ട്? എങ്ങനെയാലും എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഒന്ന് നടക്കണം പക്ഷേ അത് 2025 ഏപ്രിൽ മുമ്പ് ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു പറഞ്ഞിരിക്കുന്ന ആളിനോട് ആഗോള ക്രൈസ്തവ പീഡനവും, എൻ്റെ കടം എങ്ങനെയാലും ഒന്ന് മാറി കിട്ടി എന്ന് രക്ഷപ്പെട്ട് പോകണം, ഇന്നങ്ങ് സൗഖ്യമായിരുന്നേ പിന്നെ എനിക്ക് അടുത്ത ആഴ്ച മുതൽ വരണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരോട് എന്താ പറയാനാ? ഒന്ന് കൈ അടിച്ച് കർത്താവിന്. പക്ഷെ ഇതിലൂടെ എല്ലാം കടന്നു പോകാതെ പോകാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. 25-ാമത്തെ വാക്യത്തിൽ, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഇത് ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് അടിവരയിടണം. അതിൽ കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. പ്രവാചകൻ പറയുന്നു, ഞാൻ കടലിനെ വീണ്ടും ഇളക്കും. ഹല്ലേലൂയ. സുനാമി എന്ന് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഇപ്പോഴത്തെ പിള്ളേർക്ക് പലർക്കും അത് അറിഞ്ഞുകൂടാ. കേരളത്തിൽ, തമിഴ്നാട്ടിലൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നമുക്കറിയാം അതിൻ്റെ ഭീകരത എത്ര വലുതാണ് എന്ന്. ഈ വാക്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന നല്ലതായി ഈ വർഷത്തിൽ. സ്തോത്രം. ഇമ്മാനുവലിന് മനസ്സിലായി, എല്ലാവർക്കും പിടികിട്ടിയില്ല. ഓക്കെ, 26-ാം വാക്യം, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന്, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, എന്തുവായി ഈ ഭൂമി നടക്കുന്നത്, എന്താ ഇവിടെ നടക്കുന്നത്, ലോകം എങ്ങോട്ട് പോവുക, ഈ ലോകം എവിടേക്ക് സഞ്ചരിക്കുക? ആകാശത്തിന്റെ ശക്തികൾ ഇളകി പോകുന്നതിനാൽ ഭൂമിയിൽ എന്ത് ഭവിക്കാൻ പോകുന്നെന്ന് പേടിച്ചു നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ, ഈ ആകാശത്തിന്റെ ശക്തികൾ എന്ന് പറയുമ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ദി ലോർഡ്സ് ടേബിളിനോടുള്ള ബന്ധത്തിൽ ഞാൻ ശുശ്രൂഷിക്കുന്നതാ. ഈ കാലാവസ്ഥകളിൽ വരുന്ന ഭയങ്കര മാറ്റങ്ങൾ അത് ഓൾറെഡി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഒരു 10-30 വർഷത്തിന് മുമ്പ്, 20 വർഷത്തിന് മുമ്പൊക്കെ കൃത്യമായ സീസണുകളിൽ മഴ പെയ്യും, തണുപ്പ് വരും, വെയിൽ വരുന്ന സമയത്ത് കൃത്യമായ വെയിലുണ്ടാകും. ഇപ്പം എപ്പോഴാ മഴ, എപ്പോഴാ വെയിൽ, എപ്പോഴാ ശൈത്യം, ഇതെല്ലാം മാറി മറിഞ്ഞു കിടക്കുകയാണ്. ഇതെല്ലാം സംഭവിക്കുമ്പോൾ 27-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തതുകൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഈ എൻ ടൈമിനെ കുറിച്ച്, കാലത്തോസ് എൻ ടൈമിനെ കുറിച്ച് 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ ടൈമിൽ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക.
മക്കളെ, എന്നെ ഒരു നിമിഷം നോക്കണേ. ഈ ലേഖനങ്ങളും ഈ വചനങ്ങളും ഇതെല്ലാം നൽകിയിരിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. പത്രോസ് തൻ്റെ ലേഖനങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ, പൗലോസ് എഴുതി തുടങ്ങുമ്പോൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: വിശുദ്ധന്മാർക്കും വിശ്വാസികൾക്കുമായി എഴുതുന്നത്. നിങ്ങളുടെ ശ്രദ്ധ വേറെ എങ്ങും പോകരുത് പ്ലീസ്. 2 മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് മനുഷ്യർ സ്വസ്നേഹികളും. ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തിയതാണ്. 100 വർഷം മുമ്പ് എഴുതിയതല്ലിത്, 200 വർഷം മുമ്പ് എഴുതിയതല്ലിത്. എൻ ടൈമിൽ മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ നോക്കിയേ, ശരിയല്ലേ ഇത് പറയുന്നതെന്ന് ഒന്ന് പറഞ്ഞു. നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും. അടുത്ത ആളുകൾ എൽഷദായി ചർച്ചയിൽ ഇല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഏതാ? ഏഷണിക്കാരും അജേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി. എത്ര ഞാനൊരു 19 കാര്യം എഴുതിയിട്ടുണ്ട്. ഒന്ന് എണ്ണാവോ? ആദ്യം മൊത്തം എണ്ണി പിന്നെ ഒന്നുകൂടെ വിരല എണ്ണേണ്ടി വരും. 1 സ്വസ്നേഹികൾ, 2 ദ്രവ്യാഗ്രഹികൾ, 3 വമ്പ് പറയുന്നവർ, 4 അഹങ്കാരികൾ, 5 ദൂഷകന്മാർ, 6 അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, 7 നന്ദി കെട്ടവർ, 8 അശുദ്ധർ, 9 വാത്സല്യമില്ലാത്തവർ, 10 ഇണങ്ങാത്തവർ, 11 ഏഷണിക്കാർ, 12 അജേന്ദ്രിയന്മാർ, 13 ഉഗ്രന്മാർ, 14 സൽഗുണദോഷികൾ, 15 ദ്രോഹികൾ, 16 ധാർഷ്ട്യക്കാർ, 17 നിഗളികൾ, 18 ഭോഗപ്രിയമില്ലാതെ ഭോഗപ്രിയരായവർ, 19 ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ധരിക്കുന്നവർ. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉപദ്രവം അനുഭവിക്കുന്നത് ഭക്തിയോടെ ജീവിക്കുന്നവരാണ്. ശരിയാ. ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യസന്ധമായും നീതിയോടെയും മര്യാദയോടെയും ജീവിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവം ഉണ്ടാകുന്നത്. ഉറപ്പാ. അല്ലാതെ ഇന്നത്തെ മാത്രമല്ല. പൗലോസ് പറഞ്ഞൊരു വാക്യം വാസ്തവം ഒന്ന് വായിക്കാവോ? 2 തിമോത്തിയോസ് 3:11. 2 തിമോത്തിയോസ് 3:11 എന്താ എഴുതിയിരിക്കുന്നത്? അന്ത്യോക്യയിലും ഇഖാനിയയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടെത്തിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഒന്ന് വായിച്ചേ. ഞാൻ എന്തെല്ലാം അങ്ങനല്ല പറഞ്ഞത്. ഞാൻ എന്തെല്ലാം മലയാളി പറയുന്ന പോലെ പറയണം. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു. പാസ്റ്റർ ജിജി അങ്ങനെയാണോ പറയുന്നത്? പക്ഷെ ഞങ്ങൾ അങ്ങനല്ല പറയുന്നത്. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു. ഒന്ന് കരം അടിച്ച് കർത്താവിന് നന്ദി. ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളവരൊരു അങ്ങനെയല്ല പറയുന്നേ. ഹല്ലേലൂയ. അതെല്ലാറ്റിൽ നിന്നും അത് കർത്താവാ. എൻ്റെ ടൈമിൽ അന്ത്യകാലത്ത് ഇതെല്ലാം പ്രതീക്ഷിക്കണം. പക്ഷേ ഞാൻ ഇവിടെ ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോടും ഈ ഓൺലൈനിൽ കാണുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോടും തിരുവഴുത്തിൽ നിന്ന് ഒരു സത്യം പറയാം. ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നിന്ന് ഉപദ്രവമോ പ്രതികൂലമോ അനുഭവിക്കുന്നവർ, ഏത് മേഖലയിൽ നിന്നും ആകാം, ഒന്ന് കൈയുയർത്തി പിടിക്കാവോ? ഒരു ഉപദ്രവവും ഇല്ല, എനിക്കൊരു പ്രതികൂലവും ഇല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞങ്ങളെല്ലാം കൈപൊക്കി പിടിച്ചായിരുന്നു. ഹല്ലേലൂയ. ഞാൻ അവർക്ക് വേണ്ടി ഒരു വാക്യം വായിപ്പിക്കാൻ പോവാ. 129 സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ നിങ്ങൾ നോക്കി. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ അവർ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. സത്യമാണ്. അവർ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും ഇതുവരെ അവരെന്നെ ജയിച്ചിട്ടില്ല. കരമടിച്ച് കർത്താവിനൊന്ന് നന്ദി. ഈ കയ്യടി പോരാ, അത് അനുഭവിച്ചവരിവിടെ ഉണ്ടെങ്കിൽ. അവർ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചെങ്കിൽ അവർ എന്നെ ജയിച്ചിട്ടില്ല. ദൈവം അതിന് അനുവദിക്കുകയില്ല. പൗലോസ് പറയുന്നു, ആകയാൽ കർത്താവ് എനിക്ക് തുണ.
It's an end time. Thank you, Holy Spirit. Thank you, Holy Spirit. 2 പത്രോസിന്റെ ലേഖനം, മോനെ ഒരു വാക്യോടെ, 2 തിമോത്തിയോസ് 3:12, അത് അവസാനിപ്പിച്ച് അതിലേക്ക് വരുന്നു. 2 തിമോത്തിയോസ് 3:12. എല്ലാവരും ഒന്ന് വായിച്ചേ. എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ഉറപ്പിക്കാവോ? ഹല്ലേലൂയ. ഇത് മനുഷ്യനെ, നിങ്ങളിത് മനുഷ്യരെ കുറിച്ചല്ല ഈ പറയുന്നത്, നോട്ട് ഹ്യൂമൻ. ഇത് പറഞ്ഞ ഉടനെ നിങ്ങളുടെ മനസ്സിൽ പല മനുഷ്യരെ കുറിച്ചല്ല, മനുഷ്യരല്ല നമ്മുടെ വിഷയം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടുമാണ്. നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുവാനും കൂടുതൽ ഭക്തിയോടെ ജീവിക്കുവാനും വിശുദ്ധിയിൽ നിൽക്കുവാനും ആത്മീക ശുശ്രൂഷ ചെയ്യുവാനും ആത്മാക്കളെ നേടുവാനും തുടങ്ങുമ്പോൾ പൈശാചിക ലോകം നിങ്ങൾക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തും. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ വായിച്ച സങ്കീർത്തന പുസ്തകത്തിലെ 2-ാമത്തെ വാക്യം നിങ്ങളുടെ അകത്ത് കിടക്കണം. എങ്കിലും ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ. പൗലോസിന്റെ ഒരു സാക്ഷിയുണ്ട് പാസ്റ്റർ അതിനകത്ത്. പൗലോസിന്റെ ഒരു സാക്ഷിയുണ്ട്. 2 തിമോത്തി 4-ാം അധ്യായം, ഞാൻ പറയുന്ന വാക്യം മാത്രം ഒന്ന് വായിക്കാം. അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 2 തിമോത്തി 4-ന്റെ 14-ാം വാക്യം. ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്തു. അത് ദൈവം ചെയ്തോളും. 17-ാം വാക്യം. കർത്താവ് എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിക്കുവാനും സകല ജാതികളും കേൾക്കുവാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. നമുക്ക് ഈ കർത്താവിനെ മതി. നമുക്ക് ഈ കർത്താവിനെ മതി. ആ ഉറപ്പുള്ളവരൊരു നമുക്ക് ഈ കർത്താവിനെ മതി. 18-ാമത്തെ വാക്യം. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവന് എന്നേക്കും മഹത്വം. ആമേൻ. അടുത്തിരിക്കുന്ന ആളെ പിടിച്ചേച്ച് പറയാം, നമുക്ക് ഈ യേശു കർത്താവ് മതി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തിരുമേശയുടെ ശുശ്രൂഷകരെല്ലാം ഒന്ന് കയറി വരാമോ? തിരുമേശയുടെ ശുശ്രൂഷകരെല്ലാം ഒരു വാക്യം കൂടെ വായിച്ച് കർത്താവിൻ്റെ മേശയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം. 13-ാം അധ്യായം നിങ്ങളെല്ലാവരും എടുക്കണം വാക്യം. 13-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നമ്മളൊക്കെ പ്രതീക്ഷിച്ച സമയത്തേക്കാൾ മുമ്പ് തന്നെ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിയാറായി. ഈ രാത്രി കഴിയാറായിരിക്കുന്നു. പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. 11-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ. സഭയോടുള്ള ഒരു മെസ്സേജാണ്. നിങ്ങൾ എൻ്റെ ഒപ്പമുണ്ടോ? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? നമ്മൾ തിരുമേശയിലേക്ക് കൈ നീട്ടുന്നതിന് മുമ്പ് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന വാഗ്ദത്തം കർത്താവ് കേൾപ്പിക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ നാഴിക വന്നിരിക്കുന്നു. ഈ 2025 എന്ന വർഷത്തിൽ നമ്മൾ ആ ഒരു ലേസി ബിലീവർ ആകരുത്. ആരും എന്നെ കേൾക്കണില്ലേ? ഇത് കർത്താവ് നമുക്ക് തരുന്നൊരു ആലോചനയാണ്. മക്കളെ, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. അവർ ശുശ്രൂഷകർ വന്നോട്ടെ, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്കൊരു കാറ് കിട്ടിയില്ലെങ്കിൽ അടുത്ത കാറ് കിട്ടും. ഒരു ബസ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ബസ് കിട്ടും. ഇവൻ തിരിച്ച് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ബസ് പോയെന്ന് കരുതി വേറൊരു ബസ് നിങ്ങൾക്ക് കിട്ടും. ഉറപ്പായിട്ടും കിട്ടും. ഹല്ലേലൂയ. ഒരു ഫ്ലൈറ്റ് മിസ്സായാൽ നിങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റ് കിട്ടും. അവർ ആ ഫ്ലൈറ്റ് കമ്പനിക്കാർ നിങ്ങൾക്ക് മറ്റൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തരും. നിങ്ങളുടെ ജോലി പോയി അല്ലേ? നിങ്ങൾക്കൊരു ജോലി പോയാൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത ജോലി കിട്ടും.
ഉറപ്പായിട്ടും കിട്ടും. ഈ ഭൂമിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മിസ്സായാലും അത് നമുക്ക് വീണ്ടും കിട്ടും. ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വർഷം നിങ്ങൾക്ക് ദൈവം തിരിച്ചു തരും. പക്ഷേ യേശു കർത്താവിന്റെ മടങ്ങി വരവിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോയാൽ മക്കളെ, അതൊരു അപകടകരമേറിയ അവസ്ഥയാണ്. സ്നേഹം കൊണ്ട് ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്, അതിൽ നീ കൈവിടപ്പെട്ടു പോയാൽ നിനക്ക് പിന്നെ ഒരു സെക്കൻഡ് ചാൻസ് അവിടെ ഇല്ല. 5 കന്യകമാർ വിളക്കിനോടുകൂടെ എണ്ണയും എടുത്ത് മണവാളനെ കാത്തിരുന്നു. 5 കന്യകമാർ വിളക്കുണ്ടായിരുന്നു, എണ്ണ അവരുടെ പക്കലില്ലായിരുന്നു. ഈ 5 പേർ അർദ്ധരാത്രിയിൽ ഉറക്കം പിടിച്ചു, ലേസിയായി. ഇതൊക്കെ ഞങ്ങൾ എത്ര കേട്ടിരിക്കുന്നു, ഇത് കൊല്ലങ്ങളായിട്ട് കേൾക്കുകയല്ലേ. മണവാളം വരുവോ വരാതിരിക്കുവോ, യേശു വരുവോ വരാതിരിക്കുവോ. പക്ഷേ അവർ പ്രതീക്ഷിക്കാത്ത ടൈമിൽ മണവാളൻ വന്നു. വിളക്കിനോട് കൂടെ എണ്ണയും ഉള്ളവർ മണവാളനോട് കൂടെ മണിയറയിലേക്ക് പ്രവേശിച്ചു. ഉടനെ മറ്റേ കൂട്ടർക്ക് വെപ്രാളം, ഉറങ്ങിപ്പോയ കൂട്ടത്തിന് വെപ്രാളമായി. ഉറങ്ങിപ്പോയ കൂട്ടർ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞങ്ങളെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഞങ്ങളെ കൂടെ ഒന്ന് അകത്ത് കയറ്റണം. അവിടെ എഴുതിയിട്ടുണ്ട്, അവർക്ക് പ്രവേശനം ലഭിച്ചില്ല. നോഹ വിളംബരം ചെയ്തു, പ്രളയം ഉണ്ടാകാൻ പോകുന്നു, ന്യായവിധി വരാൻ പോകുന്നു. എല്ലാവരും പെട്ടകത്തിൽ കയറാൻ വേണ്ടിയാണ് പെട്ടകം ഉണ്ടാക്കിയത്. പക്ഷെ നോഹയുടെ വാക്ക്, പ്രളയം കണ്ടിട്ടില്ലാത്തവർ, വെള്ളപ്പൊക്കം കണ്ടിട്ടില്ലാത്തവർ, ഈ ഭൂമിയിൽ അതുവരെ മഴ പെയ്തിട്ടില്ലാത്തത് കൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ ഭൂമിയുടെ ആഴിയുടെ ഉറവുകൾ തുറന്നു, ഭൂമിയിൽ നിന്ന് വെള്ളം പൊങ്ങി, പ്രളയമുണ്ടായി. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? പെട്ടകം പണിതത് മുഴുവൻ നോഹയാണ്. വർഷങ്ങളെടുത്ത് പണിത പെട്ടകം, അതിന് കീല് തേച്ചത് നോഹയാണ്. ആയിരക്കണക്കിന് മൃഗങ്ങളെയും വ്യക്തിത്വങ്ങളെയും കയറ്റാൻ, ആ ദേശത്തിലുള്ള മുഴുവൻ ആളുകളെയും കയറ്റാൻ തക്കതായ ആ പെട്ടകം പണിയാൻ ദീർഘവർഷങ്ങൾ നോഹ എടുത്തെങ്കിലും, ആ പെട്ടകത്തിന്റെ വാതില് പണിതത് നോഹയാണെങ്കിലും, അതിന് കുറ്റിയും കൊളുത്തും പൂട്ടും പണിതത് നോഹയാണെങ്കിലും, സ്വർഗത്തിലെ ദൈവമാണ് പെട്ടകത്തിന്റെ വാതിൽ അടച്ചത്. കാരണം അവൻ അടച്ചാൽ ആർക്കും അത് തുറക്കാൻ കഴിയുകയില്ല, അവൻ തുറന്നാൽ ആരും അത് അടയ്ക്കുകയില്ല. ഇപ്പോൾ ഈ കൃപയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഇത് രക്ഷാദിവസം, സുപ്രസാദകാലം. നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാനും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും ദൈവകൽപ്പന അനുസരിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കാനും അവന്റെ പാതയിൽ സഞ്ചരിക്കാനും എല്ലാറ്റിനും അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിക്കും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ അനുസരിക്കേണ്ടത് ദൈവത്തിന്റെ വചനാണ്.